മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രന്റെ മരണവും മരണാനന്തര ചടങ്ങുകളും കഴിഞ്ഞു. രോഹിത് ബാലചന്ദ്രന്റെ ജ്വല്ലറി ഷോപ്പും ജൗളി ഷോപ്പും ഏറ്റെടുത്തു. രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിലുള്ള കല്യാണം അലീനയും വൈജയന്തിയും കൂടി ആലോചിക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള കല്യാണത്തെ ശിവശങ്കരൻ എതിർക്കുന്നു. ശിവശങ്കരന്റെ വാദമുഖങ്ങളും ഉപദേശങ്ങളും വൈജയന്തിയെ തെല്ലും ചഞ്ചലചിത്തയാക്കിയില്ല. താൻ കൊല്ലപ്പള്ളി വന്നത് എന്തുദ്ദേശത്തോടെയാണോ അതിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. രേവതിക്കുട്ടി അനാഥിയായിരുന്നു എന്നുള്ളത് സത്യമാ ശിവേട്ട. പക്ഷെ ഇപ്പോൾ അവൾ അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യൻ കുടുംബം അവളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ അവളെ മതം മാറ്റാം. ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. മതത്തിനും വിശ്വാസത്തിനും അപ്പുറത്ത് ചില മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാ അവരങ്ങനെ ചെയ്യാത്തത്. എന്റെ ജയന്തി, അതൊന്നുമല്ല. അവർക്കിനി അവളെ വേണ്ട, അതാണ് കാര്യം. സ്വന്തം മകന്റെ രക്തത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അവർ വളർത്തുന്നുണ്ടല്ലോ. അവർക്കിനി അതിനെ മതി. കഷ്ടം, ശിവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നല്ലോ. വൈജയന്തി ശിവശങ്കരന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഉടനെ കമല വന്ന് ഇടയ്ക്ക് കയറി. അവൾ എങ്ങനെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം? വല്ല തേവിടിച്ചയും പെറ്റ് കുപ്പത്തൊട്ടിലെറിഞ്ഞു പോയതാണോ? നമ്മളിലും താഴെയുള്ള ജാതിയിൽപ്പെട്ടവരാണോ? അതിന്റെ തന്തയും തള്ളയും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നിന്റെ മോളുടെ കാര്യം പോലെയാണോ ഇത്? അവൾക്കൊരു നാണം കെട്ട കഥയെങ്കിലും പറയാനുണ്ട്. മനുഷ്യനോട് പറയാനും കേൾക്കാനും കൊള്ളാത്തതാണെങ്കിൽ പോലും. നാണം കെട്ട കഥ എന്താ കമലെടുത്തി? വൈജ ദേഷ്യത്തോടെ ചോദിച്ചു. നാണം കെട്ട കഥയല്ലേ? കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അവനവന്റെ ജോലി നോക്കി മാനം മര്യാദയ്ക്ക് ജീവിക്കും, ഏത് നാട്ടിൽ ചെന്നാലും. നീ അതാണോ ചെയ്തത്? അവനവന്റെ അന്തസ്സും അഭിമാനവും മറന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ കൂടെ കുറെ നാൾ അഴിഞ്ഞാടി ജീവിച്ചു. ആ വകയിലൊരു കൊച്ചിനെയും വെട്ടിതള്ളി. ഇപ്പം അതൊക്കെ മഹാസംഭവങ്ങളായിട്ട് കാണുന്ന വിവരദോഷികളൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശിവശങ്കരനെ ഒന്ന് പാളി നോക്കിയിട്ട് കമല തുടർന്നു. ഈ രേവതിക്കുട്ടി എന്ന് പറയുന്നവൾക്ക് അങ്ങനെ പോലും ഒരു ചരിത്രമില്ലല്ലോ. ഉണ്ടോ? കമലടത്തി, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല, വൈജയന്തി പറഞ്ഞു. ഉത്തരം മുട്ടുമ്പം എല്ലാവരും ഇങ്ങനെയാ വൈജയ്, ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ നിന്നോട് എനിക്ക് ഇത്തിരി പറയാനുണ്ട്. ആ പെണ്ണ് ആർക്കെങ്ങനെ ജനിച്ചതാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ രോഹിത്തിന് ഇങ്ങനൊരു ധർമ്മകല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനെപ്പോലെ പഠിപ്പും വിവരവും സ്വത്തും ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് നല്ല ഒന്നാന്തരം കൊടികെട്ടിയ കുടുംബങ്ങളിൽ നിന്ന് കോടീശന്മാരുടെ പെൺകുട്ടികളെ കിട്ടുമല്ലോ. ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ IAS ആരെ വേണമെങ്കിലും. കമലെടുത്തി, അവന് രേവതിക്കുട്ടിയെ മതി. അവളെയാണ് അവനിഷ്ടം. അവൾക്കും അവന് ഇഷ്ടമാണ്. എന്റെ മോനെ എല്ലാവരും കല്ലെറിഞ്ഞ സമയത്ത് അവനെ സ്നേഹിക്കാനും ധൈര്യം കൊടുക്കാനും എന്റെ മോളും ആ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തി, നീ ആ കല്യാണം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ ഒന്നും യാതൊരു സഹകരണവും ഉണ്ടാവില്ല, ശിവശങ്കരൻ പറഞ്ഞു. ശിവേട്ട, അവർ സ്വന്തം മകളെ പോലെയാ അവളെ രോഹിത്തിന് കൊടുക്കുന്നത്. അതൊക്കെ ചുമ്മാ പറയാൻ കൊള്ളാം ജയന്തി. അവര് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവളെ അവരുടെ കൂട്ടത്തിലോട്ട് ചേർത്ത് ആ മാമച്ചന്റെ ചേട്ടന്മാരുടെയോ പെങ്ങന്മാരുടെയോ മക്കളെ ആരെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ഇനി എനിക്ക് ശിവേട്ടനോടും ഒന്നും പറയാനില്ല. എന്റെ ജയന്തി, നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ ആ അനാഥാലയത്തിലെ പൊറുതി മതിയാക്കി അവനവന്റെ വീട്ടിൽ വന്ന് താമസിക്കുക. അപ്പോൾ കമലയും ഇടയ്ക്ക് കയറി. അവനവന്റെ മക്കളെ വേണ്ടുവണ്ണം നോക്കാൻ ആളില്ലാതെ വല്ലയിടത്തും ഇട്ടെറിഞ്ഞിട്ട് അനാഥാലയത്തിലെ അഴുക്കപ്പിള്ളേർക്കും ആർക്കും വേണ്ടാത്ത കിഴവനും കിഴവിക്കും കഞ്ഞി കോരിക്കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? നിന്റെ മോള് കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തനെല്ലാം നീയും കൂട്ടു നിൽക്കുവാണോ? ജനിച്ച അന്നു മുതൽ അനാഥാലയത്തിൽ ജീവിച്ചവൾക്ക് അവിടെ സ്വർഗമായിരിക്കും. അനാഥരെ കാണുമ്പോ അവൾക്ക് സ്വന്തക്കാരെ കാണുന്ന പോലെയായിരിക്കും. നിനക്കോ? അതുമാത്രമല്ല, അവളുടെ തോന്നിയാസത്തിന് ഒപ്പിച്ചു തുള്ളാൻ അവളുടെ തന്തയുണ്ട്. ബാലചന്ദ്രന്റെ ആയുസ് കെടുത്തിയത് നീയാണെന്നാ മനുഷ്യരെല്ലാരും പറയുന്നത്. അവനവന്റെ ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിൽ അടങ്ങിയൊതുങ്ങി നിന്നിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യന് നീയൊരു സമാധാനവും കൊടുത്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. മരിച്ച ശേഷം അതിന്റെ ആത്മാവിനോടും നീതികേടല്ലേ നീ കാണിക്കുന്നേ? നിന്റെ പഴയ ബന്ധം പുതുക്കാൻ വേണ്ടിയാ മകളുടെ പേരും പറഞ്ഞ് നീ അവിടെ പോയി കിടക്കുന്നതെന്നാ ഓരോരുത്തർ പറഞ്ഞോണ്ട് നടക്കണേ. മതി, ഇനി നീ സംസാരിക്കണ്ട, ശിവശങ്കരൻ കർശനമായി താക്കീത് ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിലും പെങ്ങടെ കുറ്റം പറഞ്ഞ ആങ്ങളമാർക്ക് പിടിക്കത്തില്ലല്ലോ, പണ്ടും ഇപ്പോഴും.
ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നീ മുൻപ് ഇവിടെ വന്ന് നിന്റെ മകളെ എന്റെ മോന് കല്യാണം ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമുണ്ടായിരുന്നോ ജയന്തി? എന്റെ മോനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ത് യോഗ്യതയാ അവൾക്കുള്ളത്? കമലെ നിർത്ത്! ശിവശങ്കരൻ ഒച്ചയെടുത്തു. നിർത്തി! കമല പിൻവലിഞ്ഞു. വൈജയന്തി ഇനിയൊരക്ഷരം മുരിയിടാതെ പിന്തിരിഞ്ഞ് കൊല്ലപ്പള്ളി തറവാട്ടിൽ നിന്നും ഇറങ്ങി. വൈജയന്തി രോഹിത്തിനെയും കൂട്ടിയാണ് എറണാകുളത്ത് മാമച്ചന്റെ വീട്ടിൽ ചെന്നത്. മാമച്ചനോടും ഗ്രേസമ്മയോടുമായി അവൾ പറഞ്ഞു. സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും അനുഗ്രഹത്തോടെയും അനുഭവത്തോടെയും നല്ല മോടിയായിട്ട് കല്യാണം നടക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് നടപ്പില്ലെന്ന് മനസ്സിലായി. ബാലേട്ടന്റെ സ്വന്തക്കാർക്ക് പോലും അത്ര പിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കും എന്റെ മക്കൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാ. ഇനി നിങ്ങളാ പറയേണ്ടത്. ഇനി പറയാനെന്തിരിക്കുന്നു? കുട്ടികൾ അവരുടേതായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അവരുടെ ഗ്രൂപ്പുണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ശക്തമാണ്. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എവിടുന്നെല്ലാമാണ് കോൾ വരുന്നതെന്നറിയാമോ? കുളത്തൂപ്പുഴ, പത്തനാപുരം, പുനലൂർ, തിരുവനന്തപുരം, പാല. നമുക്കിനി നിശ്ചയത്തിനും കല്യാണത്തിനും ഓരോ തീയതി കുറിപ്പിക്കുക. അതല്ലേ ചെയ്യാനുള്ളൂ, മാമച്ചൻ പറഞ്ഞു. വൈജയന്തി മന്ദസ്മിതത്തോടെ തലയാട്ടി. റിംഗ് ചെയ്യുന്നത് നിലയ്ക്കും മുമ്പേ ഗംഗാധരൻ വേഗം വന്ന് ഫോൺ എടുത്തു. ഹലോ, ഗംഗട്ട, ജയന്തിയാ. ആ, അവിടെ എന്തുണ്ട് വിശേഷം ജയന്തി? ഒരു വിശേഷം പറയാനുണ്ട്. രോഹിത്തിന്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയത്തിന് ക്ഷണിക്കാനും കൂടിയാണ് ഞാൻ വിളിച്ചത്. ഓ, അത് തന്നെ നടത്താൻ തീരുമാനിച്ചോ? അവരാഗ്രഹിച്ചതല്ലേ ഗംഗേട്ട, നടക്കട്ടെ. സുഖമായാലും ദുഃഖമായാലും മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ലല്ലോ. ഞാൻ അനുഭവിച്ച വേദനയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടുകൂടിയാണ്. ഗംഗേട്ടനും ചേച്ചിയും നിശ്ചയത്തിന് വരണം. അതിന് രോഹിത്ത് അവിടെ വന്ന് ക്ഷണിക്കും. മാലതി വാതിക്കൽ വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഗംഗാധരൻ സംസാരിച്ചു തീർന്ന് ഫോൺ വയ്ക്കുന്നത് വരെ അവർ കാത്തുനിന്നു. ജയന്തിയായിരുന്നു. ഗംഗാധരൻ തലതിരിച്ച് പിന്നോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. അവരത് നടത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഗംഗാധരന്റെ മൂളലിൽ അല്പം നീരസമുണ്ടായിരുന്നു. നമുക്ക് പറയാനുള്ളതെല്ലാം മുൻപേ തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അവർ വേറൊരു തീരുമാനമെടുത്തു, അത്രയല്ലേ ഉള്ളൂ, മാലതി പറഞ്ഞു. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണമെന്നില്ലല്ലോ. എന്റെ ഗംഗേട്ട, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ആണ്ടിലൊരിക്കലോ മറ്റോ ആണ് കൂടിക്കാഴ്ച. കല്യാണം, മരണം, ഇതൊക്കെയാണ് കൂടിക്കാഴ്ചക്കുള്ള അരങ്ങ്. ഇതിനിടയ്ക്ക് ഓരോതരം വിശ്വാസവും കടുംപിടുത്തവും ചുമന്നുകൊണ്ട് നടന്ന് അവരവരുടെ മനസ്സിനെയും മറ്റുള്ളവരെയും ഭാരപ്പെടുത്തുന്നത് എന്തിനാ? 10,000-കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സ്നേഹിച്ചു പോയ രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്ത് അത്യാഹിതം വരാനാ? മനുഷ്യന്റെ മനസ്സ് ചെറുതാകുമ്പോഴാണ് അവന്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും വലിപ്പം കൂടുന്നത്. ഗംഗാധരൻ പിന്നെയും മൂളി. ഗംഗേട്ട, നമ്മൾ അവിടെ ചെന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് ആ കുട്ടികളെയും അനുഗ്രഹിച്ചു പോന്നാൽ അവർക്ക് എന്തൊരു സന്തോഷമാകും. നമുക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? സന്തോഷമല്ലേ തോന്നൂ. അതല്ല മാലതി, ശിവനൊട്ടും ഇഷ്ടമല്ല. കമലയാണെങ്കിൽ കാഞ്ഞിരം പോലെ കഴിച്ച മട്ടിലും. അവര് മാറി നിൽക്കുമ്പോ നമ്മൾ മാത്രം ചെന്ന് പങ്കെടുക്കുന്നത് ശരിയാണോ? ഗംഗേട്ട, ശിവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. കമലയുടെ സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റില്ല. അത് പട്ടിയുടെ വാല് പോലെയാ. ഗംഗേട്ട ശിവനെ വിളിച്ച് സംസാരിക്ക്. ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി പുറംതിരിഞ്ഞു നിൽക്കുന്നത് മടയത്തരമാണെന്ന് പറ. കല്യാണം ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ചടങ്ങാ. അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പം ഓർക്കണം, പിന്നീട് എത്രയോ പ്രാവശ്യം നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു തവണത്തെ ദുരഭിമാനത്തിന് എത്ര തവണ അവരുടെ മുന്നിൽ ലജ്ജിക്കേണ്ടി വരും? അതും ശരിയാണ്. ഗംഗാധരൻ അനുകൂലാർത്ഥത്തിൽ മൂളിക്കൊണ്ട് തലയാട്ടി. അല്പസമയം ആലോചിച്ച് നിന്നിട്ട് അനുജന് ഫോൺ ചെയ്യാൻ വേണ്ടി ടെലിഫോണിനടുത്തേക്ക് നീങ്ങി. അഞ്ചുമന ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. സ്വന്തം മകളുടേതെന്ന പോലെ ആഘോഷമായിട്ടാണ് മാമച്ചനും ഗ്രേസമ്മയും അത് നടത്തിയത്. നീലഗിരിയിൽ നിന്ന് ഗംഗാധരനും മാലതിയും എത്തിച്ചേർന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലൊഴികെ മറ്റെല്ലാവരും ആ വിവാഹത്തിൽ പങ്കുകൊണ്ടു. കുളത്തൂപ്പുഴയിൽ നിന്ന് സ്റ്റാൻലിയും ടാനിയയും, പത്തനാപുരത്ത് നിന്ന് സാന്ദ്രയും ജോസുകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പാലായിൽ നിന്ന് ബാലചന്ദ്രന്റെ ബന്ധുജനങ്ങൾ. കതിർമണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായി ഇരിക്കെ താൻ ഏതോ സ്വപ്നലോകത്താണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. ഇങ്ങനെയൊരു വിവാഹമോ ആഘോഷമോ ഒന്നും അവൾ സങ്കല്പിച്ചിട്ട് കൂടിയില്ല. സ്നേഹനികേതനിൽ താമസിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വയറു വിശക്കാതെ എന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടണേ എന്ന്. പിന്നെ കൊതിച്ചിട്ടുള്ളത് ഭംഗിയുള്ള ഉടുപ്പിനു വേണ്ടിയാണ്. അലിനി ചേച്ചിയോ പ്രീതാമമ്മിയോ വീടുതോറും കയറിയിറങ്ങി നടന്ന് ഇരന്നു കിട്ടുന്ന വസ്ത്രങ്ങൾ സ്നേഹനികേതനത്തിൽ കൊണ്ടുവരുമ്പോൾ അത്യധികമായ ആകാംക്ഷയോടെ അവയിൽ കൈയിട്ടുവാരി ഓരോന്നും എടുത്ത് ദേഹത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് ഏതാണെന്ന് നോക്കുമായിരുന്നു.
ഇപ്പോൾ താൻ വിലപിടിച്ച കല്യാണ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. കയ്യിലും കാതിലും കഴുത്തിലുമെല്ലാം സ്വർണ്ണാഭരണങ്ങളുമുണ്ട്. അതിനേക്കാളെല്ലാം വിലയേറിയ ഇത്തിരി പൊന്ന് പുടവയ്ക്കുമീതെ ഇരിക്കുന്നു. തന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം സിനിമാ താരങ്ങളാണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. അലീന ചേച്ചിക്കും ബബിതയ്ക്കും ടാനിയയ്ക്കും സ്റ്റാൻലി പപ്പയ്ക്കും ടെൽസയ്ക്കും മാമച്ചനങ്കിളിനും ഗ്രേസമ്മ ആന്റിക്കും അമ്മയ്ക്കും മനുശങ്കരനും കൃഷ്ണമോൾക്കും ശിവശങ്കരൻ അങ്കിളിനും ഗംഗാധരൻ അങ്കിളിനുമെല്ലാം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു താരശോഭ. അലീന നോക്കിയപ്പോൾ അവൾക്ക് ചിരിയും കരച്ചിലും ഒന്നിച്ചു വന്നു. അലീന അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നിന്നു. താൻ അനുജത്തിക്കുട്ടിയെപ്പോലെ കൊണ്ടു നടന്ന പെൺകിടാവ് അവൾ മംഗല്യവതിയാകുന്നു. വേറെ ആരുമല്ല അവളുടെ ജീവിതം കൈയേൽക്കുന്നത്, തന്റെ സഹോദരൻ. അതുവഴി ശക്തമായ ഒരു ബന്ധം കൂടി വിളക്കി ചേർക്കുകയാണ്. മുഹൂർത്തമായി. മേളങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിൽ രോഹിത് താലിച്ചരടെടുത്ത് കഴുത്തിലണിയിക്കവേ രേവതിക്കുട്ടി ഓർത്തു, ഈ നിമിഷം മുതൽ താൻ അനാഥയല്ലാതാവുകയാണ്. പേരിട്ട് വിളിക്കാനാവുന്ന ഒരു ബന്ധം ജീവിതത്തിൽ ആദ്യമായി വന്നു ചേരുകയാണ്. രേവതിക്കുട്ടിയുടെ മിഴികളിൽ നിന്ന് രോഹിത്തിന്റെ കൈത്തണ്ടയിലേക്ക് ചുടുകണ്ണീർ തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മനുശങ്കർ രേവതിക്കുട്ടിയുടെ മുഖത്ത് നിന്ന് വിസ്മയത്തോടെ നോട്ടമുയർത്തി അലീനയെ നോക്കി. അവളുടെ നീർമിഴികളിലും നീർത്തുള്ളിത്തിളക്കം അവൻ കണ്ടു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.